സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാത്തതിന്റെ പേരിൽ പ്രഭാവതി എല്ലാവരെയും വിമർശിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഗിരീഷും കൂടുന്നുണ്ട്. ഈ സമയം ഗിരീഷിനോട് സിദ്ധാർത്ഥൻ ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടാൻ വേണ്ടി ചോദിച്ചതല്ല സാർ, പ്രഭ മാഡം ഇത്രയും സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മറ്റാരുടെയും മുഖത്തും ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. അങ്ങനെ ചോദിക്കുക ഗിരീഷ്, ഇവിടെ ഒരാളുടെ മോനാണ് നന്ദൻ, മറ്റൊരാളുടെ ഭർത്താവും. അവരുടെ രണ്ടുപേരുടെ മുഖത്തും യാതൊരു ഭാവമാറ്റവും ഇല്ല, ടെൻഷനും ഇല്ല. എന്ത് ചോദിച്ചാലും രാഷ്ട്രീയ ചൊവ്വയോട് കൂടിയിട്ടുള്ള മറുപടി മാത്രം. അന്വേഷിക്കാം, കണ്ടുപിടിക്കാം എന്നൊക്കെ. ഇവരുടെ ആരുമല്ലേ നന്ദൻ? എനിക്ക് മാത്രമാണോ നന്ദൻ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതി വീണ്ടും വീണ്ടും കരയാണ്. അങ്ങനെ ഹരിവക്കീൽ പറയുന്നുണ്ട്, പ്രഭേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പിന്നെ ഇത് രഹസ്യ സ്വഭാവമായിട്ടുള്ള കേസാണ്. അതുകൊണ്ട് പ്രഭ കരഞ്ഞ് നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആർക്കും നിലവിളിക്കാനായിട്ട് കഴിയില്ല. പ്രഭയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം സഹകരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ നന്ദനെ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പോൾ, അതല്ല ഹരിയേട്ടാ, അവരിടയ്ക്കിടയ്ക്ക് ജീവൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്കതാ പേടിയെന്നൊക്കെ പറയുമ്പോൾ, ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രഭയ്ക്ക് അങ്ങനെ ചിന്തിച്ചോടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ഗിരിയും പറയുന്നുണ്ട്, ശരി, വക്കീലിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു മേഡം, സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ പ്രഭാവതിയെ സമാധാനപ്പെടുത്തുകയാണ്. പിന്നീട് ഭാർഗവി ആവട്ടെ മുരളിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പോലീസുകാരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ദേവികയെ കൊണ്ടും സിദ്ധാർത്ഥൻ സാറിനെ കൊണ്ടും ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നാളെ പ്രഭകുഞ്ഞുമായിട്ട് ഒരിടം വരെ പോവുകയാണ്. അമ്മ എങ്ങോട്ടാ പോകുന്നത്? അതെ, ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടിയിട്ടാ. ജോത്സ്യനെ കണ്ട നന്ദൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? ആ പറ്റും, നീ ഒന്നും ഇങ്ങനെ പുച്ഛിക്കണ്ട, പല കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭാർഗവിയാണെങ്കിൽ തൻ്റെ ഒരു വിശ്വാസം പറയുകയാണ്. അങ്ങനെ ശാരികയാവട്ടെ കെവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വളരെ വിഷമത്തോടു കൂടിയിട്ട് പറയുകയാണ്, കെവിൻ ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ എല്ലാവരും ഒത്തിരി വിഷമത്തിലാണെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എന്ത് പറ്റി? എന്താ കെവിൻ ചേട്ടൻ ഒന്നും അറിയാത്തത് പോലെ സംസാരിക്കുന്നത്? ഇവിടെ ദേവീച്ചയുടെ നന്ദേട്ടനെ കാണുന്നില്ലല്ലോ, ആകെ വിഷമത്തിലാണ്. കെവിൻ ചേട്ടന് അറിയാമോ എവിടെയാണ് നന്ദേട്ടൻ എന്നുള്ള കാര്യം? അയ്യോ, ഇതെന്ത് ചോദ്യം ശാരിക, എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് നന്ദനെ കാണാത്ത കാര്യം ഞാൻ അറിയുന്നത്. കെവിൻ ചേട്ടൻ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? സത്യം പറയും കെവിൻ ചേട്ടാ. കെവിൻ ചേട്ടൻ അറിയാം, കാരണം ബിസിനസ് പാർട്ട്ണറാണ്, അതിലുപരി നല്ലൊരു സുഹൃത്തുമാണ്, ക്ലോസ് ഫ്രണ്ടുമാണ്. അപ്പൊ പിന്നെ അറിയില്ലേ? കെവിൻ ചേട്ടനോട് പറയാതെ പോകില്ല എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എൻ്റെ മുത്തേ, പിണങ്ങല്ലേ, ദേ നോക്ക്, എനിക്കറിയില്ല എന്നേ. നിന്നോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കാനും നിന്റെ കുടുംബത്തിന് സഹായമാവാനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ചതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ കെവിൻ ചേട്ടനെ ഫോണിലൂടെ വെറുതെ പറയുന്നതാ. അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇസബെല്ല അങ്ങോട്ട് വരുന്നുണ്ട്. കെവിനെ, നീ ആരോടാ ഈ പിന്നൊരിക്കുന്നത്? ഫോൺ വെക്കടാ, ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇസബെല്ല വന്നു എന്നിങ്ങനെ ഷാരിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ കെവിൻ ചേട്ടാ, എന്ത് പറ്റി? ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിനാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണുന്ന ഞാൻ ഇവിടെ തീ നിൽക്കുമ്പോൾ നീ ഏതോ മാടപ്രാവിനോട് സംസാരിച്ച് നിൽക്കുകയാണ് ചേട്ടാ. നിന്നെ ഏതൊക്കെയോ പെണ്ണ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ആരാടാ അവൾ? അത് പിന്നെ എൻ്റെ ഫ്രണ്ടാ, നല്ല ഫ്രണ്ടാ, ഞാൻ വേഗത തന്നെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസബെല്ലയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. നന്ദനെ കണ്ടെത്താം ഇസബെല്ല, നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ ശാരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് കെവിൻ ഫോൺ കട്ട് ചെയ്ത്, അങ്ങനെ ദേവിക ശാരിക നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല ശരി, നീ ആരോടാ ഫോണിൽ സംസാരിച്ച്? അതെന്റെ ഫ്രണ്ടാ ചേച്ചി. ആ ആ ഫ്രണ്ടിനെ എനിക്കറിയാം, അത് ആരാണെന്നാ ചോദിച്ച്. നീ ഇതുവരെയും അയാൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഗതികേടിന്റെ വലുപ്പത്തിൽ നിന്റെ പ്രണയത്തെ സമ്മതിച്ചതാണ്, പക്ഷെ അത് ആരാണെന്ന് അറിയാതെ ഞങ്ങൾക്കൊരു സമാധാനമില്ലെന്നൊക്കെ പറയുമ്പോൾ, അതെന്റെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ചേച്ചി. അതൊക്കെ പോട്ടെ, നന്ദേട്ടന് എന്തായി? നന്ദേട്ടന്റെ കാര്യം പറയുന്നൊക്കെ പറയുമ്പോൾ, അതും എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ദേഷ്യപ്പെടുന്നു. ഓ പിണങ്ങല്ലേ എന്റെ മുത്തേ, ഞാനേ സമയമാകുമ്പോൾ പറഞ്ഞോളാം, നന്ദേട്ടൻ ഇങ്ങ് വരട്ടെ, അതിനുശേഷം എൻ്റെ കാര്യം ചേച്ചി അറിയും എന്നൊക്കെ പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിക്കുന്നു. സത്യമാണോ? അതെ സത്യം. എന്നാലേ ഞാൻ ചന്ദ്രോത്ത് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ ചേച്ചി പെട്ടെന്ന്? അത് അവിടെ എല്ലാവർക്കും പരാതി, നന്ദനെ കാണാത്തതിൽ എനിക്ക് യാതൊരു വിഷമമില്ലെന്ന്. അത് തീർത്തു കൊടുത്തിട്ട് വരാം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ദേവിയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഗിരി ആരെയൊക്കെ ഫോൺ വിളിച്ചു വെച്ചതിന് ശേഷം രജനി അങ്ങോട്ട് വരികയാണ്. അതെ ഗിരി, എനിക്ക് ആകെ ഒരു നെഞ്ചുവേദന പോലെ, വീർപ്പ് മുട്ടുന്നു. എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ. എന്താ, ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നിങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ, വേണ്ട ഗിരി, അമ്മേ ആ അരിഷ്ടമുണ്ടോ? എനിക്ക് കുടിക്കണം, ഗ്യാസ് കയറിയതുപോലെയൊക്കെ ഉണ്ട്. അയ്യോ മോളെ, അതിപ്പോൾ കുടിക്കാൻ പാടില്ല. അതെ, ഈ സമയത്ത് കുടിക്കാൻ പാടാത്തതാ. ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കരുതെന്ന്. അല്ലമ്മേ, എന്നാലും എനിക്ക് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ച് വല്ലാത്തൊരു വിഷമം.
മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് രജനി, ഇനി ഓരോന്ന് ആലോചിച്ച് കൂട്ടി കുഞ്ഞിനെ കൂടി വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിക്കട്ടെ. വേണ്ട മേഡം അല്ലെങ്കിൽ വിഷമത്തിലാണ്, ഇനി നീ കൂടി വിളിച്ച് കൂട്ടാൻ നിൽക്കണ്ട. ഇല്ല ഗിരി, എനിക്ക് വിളിക്കണം, എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് ചന്ദ്രമതിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. എനിക്കറിയാം പ്രഭ, നീ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സമാധാനം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. മീരയുടെ മരണം, പിന്നെ വീട് ജപ്തി, അങ്ങനെ പല കാര്യങ്ങളോട് കൂടിയിട്ട് നീ സങ്കടത്തിലാണ്. അപ്പോഴൊക്കെ നീ സ്ട്രോങ് ആയിട്ട് അതിന് നേരിട്ടതല്ലേ. പിന്നെ ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭയെ ആശ്വസിപ്പിക്കുമ്പോൾ, ഇവിടെ എൻ്റെ മകനാണ്, എൻ്റെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചന്ദ്രമതി. അവൻ എന്തെങ്കിലും ആപത്ത് പറ്റിക്കാണുമോ? ഇവിടെ ആർക്കും യാതൊരു വിഷമവുമില്ല. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ പ്രഭയുടെ വെറും തോന്നലാ. നമുക്ക് നന്ദിനെ കണ്ടെത്താന്നേ. നന്ദൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. എൻ്റെ വാക്ക് നിനക്ക് വിശ്വാസമല്ലേ? ഇല്ല, ആരുടെയും സമാധാനമാക്കി എനിക്ക് കേൾക്കണ്ട. എനിക്കെൻ്റെ മോനെ കിട്ടിയാൽ മതി. എനിക്കാകെ പേടിയാവുന്നു. അവനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭ കരയുമ്പോൾ, ദേവിക്കാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരികയാണ്. ദേ കണ്ടില്ലേ, ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് യാതൊരു വിഷമമില്ല. അതുപോലെ തന്നെയാണ് സിദ്ധുവിനും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു വിഷമവും. എനിക്കിതൊക്കെ ആലോചിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. പ്രഭേ, ഈ സമയത്ത് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താതെ ഒപ്പം നിൽക്കുക വേണ്ടത്. ദേവികയ്ക്ക് വിഷമുണ്ടാവും, അവൾക്ക് അലറി കരയാൻ കഴിയില്ലല്ലോ. അവളെ MLA കൂടിയല്ലേ. അതെ, എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നോ. എനിക്കെൻ്റെ മോനെ നഷ്ടപ്പെട്ടു, എനിക്കെൻ്റെ മോനെ വേണമെന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് കണ്ടെത്താം. അന്വേഷണം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടി DYSPയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവിടെ നിന്ന് പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇത് തന്നെയാ എപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞ് പ്രഭ വീണ്ടും ചന്ദ്രമതിയോട് തൻ്റെ വിഷമം പറയുന്നു. ഏയ് പോട്ടേന്നെ, സാരല്ല, നമുക്കെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചന്ദ്രമതി സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ദേവിക്ക് അവിടെ ഐസകനെ വിളിക്കുന്നുണ്ട്. ഹലോ, രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് ഒരു ഫോളോ ഇപ്പോൾ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ? ഞാൻ CMനെ വിവരം അറിയിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ മേഡം വേണ്ട, എങ്കിലേ എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു കൃത്യത വരുത്തണം. എന്താ ഈ കാര്യങ്ങൾ? ഇപ്പോൾ എത്രയും പെട്ടെന്ന് അയക്കണം എന്നൊക്കെ പറയുമ്പോൾ, ശരി മേഡം, ഇപ്പം തന്നെ അയച്ചേക്കാം. അല്ലെങ്കിലേ ഇത് മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. നിങ്ങളെക്കാൾ വലിയ ഉദ്യോഗസ്ഥർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മേഡം വേണ്ടതേ, ഞാൻ ഇപ്പം തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഐസക് ആണെങ്കിൽ നേരെ കയറി ചെല്ലുന്നത് കെവിനെയും ഇസബലയെയും കാണാനാണ്. കണ്ടില്ലേ, ഇപ്പോൾ ദേവിക വിളിച്ചതേ കുറച്ച് കടുപ്പത്തിലാണ്. രാവിലെ ചെന്നപ്പോൾ ഭയങ്കര ഭയമായിരുന്നു അവൾക്ക്. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അന്വേഷണം മറ്റാർക്കൊക്കെ കൈമാറുമെന്നാ ഭീഷണി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നന്ദൻ എവിടെയെന്ന് യാതൊരു പിടുത്തമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അല്ല പാപ്പ, എനിക്ക് ചെറിയൊരു ഡൗട്ടും. ദേവികയ്ക്ക് ഋഷിയുടെ കാര്യത്തിൽ പാപ്പനെ ഉഴപ്പിയത് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോൾ പാപ്പനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നും അവൾക്ക് അറിയാവുന്ന കേസല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം പാപ്പന് തന്നെ ഈ കേസ് അന്വേഷണത്തിനായിട്ട് തന്നത്? ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ടെന്ന് പറയുമ്പോൾ, എന്ത് ദുരൂഹത? നന്ദൻ എന്തായാലും ഋഷിയെ കൊന്ന കേസിൽ പ്രതിയാവാനായിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ച് വഷളാക്കട്ടെ എന്ന് കരുതിയിട്ടാവും. അല്ല പാപ്പ, ഇതിൽ അവൾ എന്തോ പറിച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കെവിനും അത് ശരിവയ്ക്കുകയാണ്. അതെ, ദേവിക ഇതിനിടയിൽ നിന്ന് കളിക്കുന്നുണ്ടെന്ന് കെവിൻ പറയുന്നു. അങ്ങനെ ഇസബലയാണെങ്കിൽ പലതും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഐസക്കിനും ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുകയാണ്. പിന്നീട് സിദ്ധു ആണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, രജനി വിളിച്ചിരുന്നു. ആ, എന്താ വിശേഷം? എന്താ വിശേഷമെന്നോ? ഞാനേ ഇവിടെ നിന്നും ഇറങ്ങി പോവാം, എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ അലറി വിളിക്കുന്നു. ആ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ദേവികയാണെങ്കിൽ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്തായാലും ദേവികയ്ക്കും സിദ്ധാർത്ഥനും അതുപോലെ ഹരിവക്കീലിനും അറിയാവുന്ന രഹസ്യം തന്നെയാണ് നന്ദൻ എവിടെ എന്നുള്ള കാര്യം. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.